ഈ വീഡിയോ കാണുന്ന വളരെ സ്മാർട്ടായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും, അതല്ലെങ്കിൽ വളരെ സ്മാർട്ടായിട്ടുള്ള ആളുകളെ നമുക്കറിയാമായിരിക്കും. ഇങ്ങനെ സ്മാർട്ടായിട്ടുള്ള ആളുകൾ ഇവരൊക്കെ ശരിക്കും റിച്ച് ആണോ, അതോ അവർ റിച്ച് ആയോ, അതോ അവർ റിച്ച് ആയിക്കൊണ്ടിരിക്കുകയാണോ? നമ്മളിൽ കുറച്ച് ആളുകളെങ്കിലും പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. നന്നായിട്ട് പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി, ചിലർ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു, രാപ്പകലില്ലാതെ പണിയെടുത്തു. എന്നിട്ട് അവരൊക്കെ പൈസ ഉണ്ടാക്കിയോ, ഒരു റിച്ചായോ? പേടിക്കണ്ട, നമ്മൾ മാത്രമല്ല, വലിയ വിവരമുള്ള PhD എടുത്ത ആളുകൾ വരെ ഇതിനെപ്പറ്റി ഒരുപാട് റിസർച്ച് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്മാർട്ടായിട്ടുള്ള ആളുകളും അവർ റിച്ച് ആവുന്നുണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റിയുള്ള കോറിലേഷനൊക്കെ ഇവർ അവരുടെ PhD ടോപ്പിക്കാക്കി എടുത്തു വെച്ച് റിസർച്ച് വരെ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മളെപ്പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് റിച്ച് ആവാത്തതെന്നും ഇവർ പഠിക്കുന്നുണ്ട്, കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട്. ആലോചിച്ച് നോക്ക്, നമ്മുടെയൊക്കെ ഒരു അവസ്ഥയല്ലേ? അപ്പോൾ നിങ്ങളൊരു സ്മാർട്ട് പേഴ്സൺ ആണെങ്കിൽ, നിങ്ങൾക്ക് റിച്ച് ആവാൻ സാധിക്കുന്നില്ലെങ്കിൽ, നമുക്ക് ഈ വീഡിയോയിൽ കൂടെ ആ കോഡ് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരുമിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ കോഡൊക്കെ ക്രാക്ക് ചെയ്ത് നീ റിച്ച് ആയിട്ടാണോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത് എന്നുള്ള ചോദ്യം മനസ്സിലോട്ട് വന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പറയുവാണ്, ഞാൻ അത്ര സ്മാർട്ടായിട്ടൊരാളൊന്നുമല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് അത്ര ആപ്ലിക്കബിൾ അല്ല. മേ ബി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയേക്കാം. സോ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളുടെ ഫിനാൻസും ലൈഫും ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ തരത്തിലുള്ള വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ മില്യൺസ് ഓഫ് യൂട്യൂബ് വീഡിയോസിനിടയിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സായി പോകാതിരിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് കൺസിഡർ ചെയ്യുക. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ഒരു ലൈൻ വേണം. നിങ്ങൾ ഉദ്ദേശിച്ച ആ ലൈൻ അല്ല, ഈ ലൈനിൻ്റെ ഈ എൻഡിൽ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് ലോകത്തിലെ ഏറ്റവും പൈസ കുറഞ്ഞ ആൾ എന്ന് കരുതാം. ഈ ലൈനിൻ്റെ ഈ എൻഡിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈസയുള്ള മേ ബി ഇലോൺ മസ്കോ, ജെഫ് ബേസോസോ, അങ്ങനെ ഏറ്റവും കൂടുതൽ കാശുള്ള ആളാണ് ഈ എൻഡിൽ എന്നും കരുതാം. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും തോറും കയ്യിലെ പൈസ കൂടിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മൾ ലോകത്തിലുള്ള മുഴുവൻ പൈസയും കൺസിഡർ ചെയ്താൽ, ഞാൻ ഇവിടെ ഒരു വര വരയ്ക്കുന്നു, 80% പൈസയും ഇവിടെ ആയിരിക്കും, ബാക്കി 20% പൈസ മാത്രമായിരിക്കും ഈ സൈഡിൽ. അതായത് നമ്മളെപ്പോലെയുള്ള 80% മുകളിൽ വരുന്ന ആളുകളാണ് ഈ 20% പൈസ കയ്യിൽ വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ 20% താഴെയുള്ള ആളുകളാണ് ഈ 80% പൈസയും കയ്യിൽ വെച്ചിരിക്കുന്നത്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. ലോകത്തിലെ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള ആൾ ഈ ഗ്രാഫിൽ എവിടെയായിരിക്കും? ഇവിടെ ആയിരിക്കുമോ, ഇവിടെ ആയിരിക്കുമോ, അതോ ഇവിടെ ആയിരിക്കുമോ? അതല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണെങ്കിൽ നമുക്ക് ഈ ലൈൻ ക്രോസ് ചെയ്യാൻ നമ്മൾ എത്രത്തോളം സ്മാർട്ട് ആവണം? ഇനി ലോകത്തിലെ തന്നെ ഏറ്റവും ഐക്യമുള്ള ആളുകളെ നമ്മൾ കൺസിഡർ ചെയ്താൽ അവരിൽ വലിയ ഒരു ഭൂരിപക്ഷം ആളുകളും ഈ ലൈൻ ക്രോസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഐക്യമുള്ള ആളുകളെ എടുത്താൽ അവരിൽ വലിയൊരു പെർസെൻറ്റേജ് ആളുകളും ഈ ടോപ്പ് റിച്ച് ലെവലിൽ വന്നിട്ടില്ല. ഇനി വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളുകൾ ഇവർ തന്നെയാണ് ഏറ്റവും സ്മാർട്ട് ആയിട്ടുള്ള ആളുകൾ എന്നും നമ്മളൊന്ന് അസ്യൂം ചെയ്യുക, ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. ആ ഏറ്റവും സ്മാർട്ടായിട്ടുള്ള, ഏറ്റവും റിച്ച് ആയിട്ടുള്ള ആളിന് അദ്ദേഹത്തിൻ്റെ സ്മാർട്ട്നെസ് ആഴ്ചയിൽ എത്ര മണിക്കൂർ യൂസ് ചെയ്യാൻ സാധിക്കും? 50 മണിക്കൂർ അല്ലെങ്കിൽ 100 മണിക്കൂർ അല്ലേ? അപ്പോൾ അതേപോലെ അത്രത്തോളം സ്മാർട്ടായിട്ടുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ സ്മാർട്ട്നെസ് ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ആഴ്ച പ്രൊഡക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. സോ അവരെന്താണ് ചെയ്യുന്നത്? അവരുടെ ജോലികൾ അവർ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി കൊടുക്കും. ലൈക്ക് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജോലിക്കാരെ അവർ നിർത്തും. ഈ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ജോലിക്കാരൊന്നും ആ ആളെ പോലെ സ്മാർട്ട് ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. മൈ പോയിന്റ് ഈസ്, ഈ ടോപ്പ് റിച്ച് ആയിട്ടുള്ള ആളുകൾ എത്രത്തോളം സ്മാർട്ട് ആണെങ്കിലും അവർ അവരുടെ വെൽത്ത് ലെവറേജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രിപ്പിൾ ചെയ്യുന്നത് വളരെ മീഡിയോക്കറായ, നോർമലായ നമ്മളെ പോലുള്ള ആളുകളെ വെച്ച് തന്നെയാണ്. ഓൾറൈറ്റ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ 5 സെക്കൻഡ് തരാം. 5 സെക്കൻഡിനുള്ളിൽ അതിൻ്റെ ഉത്തരവും ഞാൻ കാണിക്കാം. അപ്പോൾ ഈ 3 ചോദ്യങ്ങളും നിങ്ങൾക്ക് ശരിയായിട്ട് തന്നെ ഉത്തരം കിട്ടിയാൽ, അതല്ലെങ്കിൽ 0 കിട്ടിയാൽ, ഇതിലെന്ത് കിട്ടിയാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും വളരെ മൈന്യൂട്ടായിട്ടൊരു കാര്യമുണ്ട്, ഞാനത് മുന്നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ നമ്മൾ വളരെ സ്മാർട്ടാണ്, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും. ഇതൊന്നും ചെയ്യാത്ത, അത്രത്തോളം സ്മാർട്ട് അല്ലാത്ത, അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യാത്ത വലിയൊരു പോപ്പുലേഷൻ ആളുകളെക്കാളും ബെറ്റർ ആയിട്ട് ജീവിക്കാനും ചിലപ്പോൾ സാധിച്ചേക്കാം. ബട്ട് അതിനൊരു ലിമിറ്റ് ഉണ്ട്. പല സ്റ്റഡീസും പറയുന്നുണ്ട്, നിങ്ങൾ സ്മാർട്ട് ആണെങ്കിലും, നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ലെവലിന് ഒരു സീലിംഗ് ഉണ്ട്. ആ സീലിംഗിന് മുകളിൽ എത്തിപ്പെടാൻ 90% ആളുകൾക്കും സാധിക്കില്ല എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്, നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ അത്യാവശ്യം നല്ല സ്മാർട്ടായിട്ടുള്ള ആളാണ്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സക്സസ്ഫുൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ റിച്ച് ആവണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം വളരെ വളരെ അത്യാവശ്യമാണ്. അതിൻ്റെ പേരാണ്
ലക്ക്. മേളിൽ പറഞ്ഞ വളരെ സ്മാർട്ടായിട്ടുള്ള ആളാണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നും കരുതുക. അവർക്ക്, അതായത് ഇത് ചെയ്യുന്ന ആളുകൾക്ക് വെൽതി ആയിട്ടുള്ള പാരൻസ് ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്മാർട്ടായിട്ടുള്ള മറ്റൊരാളെ കൺസിഡർ ചെയ്താൽ അയാളെക്കാളും 3 ഇരട്ടി വെൽത്ത് ലൈഫ് ടൈമിൽ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഇവർക്ക് കൂടുതലാണ് എന്നാണ് പല സ്റ്റഡീസും സ്റ്റാറ്റിസ്റ്റിക്സും പറയുന്നത്. അതല്ലെങ്കിൽ നമ്മൾ ജനിച്ച രാജ്യം, നമ്മൾ ജനിച്ച ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു സിറ്റി, ഇങ്ങനെ പല ലക്ക് ഫാക്ടേഴ്സും നമുക്ക് വന്നേക്കാം. പക്ഷേ ഈ ലക്ക് ഇല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം. നമ്മൾ പോലും അറിയാതെ പല തരത്തിലുള്ള ലക്ക് ഫാക്ടേഴ്സും നമ്മൾ തന്നെ അവൈൽ ചെയ്തിട്ടുണ്ട്. പലതും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. സ്കൂളിൽ പോകാൻ സാധിച്ചത്, 2 നേരം അല്ലെങ്കിൽ 3 നേരം ആഹാരം കഴിക്കാൻ സാധിച്ചത്, ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന അറിവ് കൊണ്ട് ഫിനാൻഷ്യൽ വെൽബീയിങ് നേടാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ചെറിയ സംശയമുണ്ട്. കാരണം അവിടെ ഫിനാൻസ്, മണി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ അവർ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. ഹൈലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ഒരിക്കലും ഫിനാൻഷ്യൽ പ്രോബ്ലംസിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കാത്ത ആളുകൾ നമ്മുടെ ലോകത്തുണ്ട്. എന്താണ് അതിൻ്റെ റീസൺ? ഒരിക്കൽ പോലും ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലെസൺസ് പോലും, അതിലേക്കുള്ള ഒരു എക്സ്പോഷർ പോലും ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ അത് വേണം എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കില്ല. പഠിക്കാനുള്ള ഒരു എഫേർട്ടും അവരെടുത്തിട്ടുണ്ടായിരിക്കില്ല. ഞാൻ കുറച്ച് മുമ്പ് ഒരു 3 ചോദ്യം കാണിച്ചിട്ട് ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധാരണ ഉപയോഗിക്കുന്ന 10 ചോദ്യങ്ങളിലെ 3 ചോദ്യങ്ങൾ മാത്രമായിരുന്നു അത്. ഇതൊന്നും അത്ര വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള 10 ചോദ്യങ്ങൾ മാത്രമാണത്. ഈ 10 ചോദ്യങ്ങൾ വെച്ച് എല്ലാവരുടെയും ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കണക്ക് കൂട്ടുന്ന, അതിൻ്റെ എല്ലാ ഉത്തരവും അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ലിറ്ററസി കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണുന്ന കാര്യം കൺസിഡർ ചെയ്യാം. ഇനി മറ്റൊരു കാര്യം, നമ്മൾ സ്ഥിരം ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, അവനൊരു യൂട്യൂബറാണ്, എന്നിട്ട് വരെ അവൻ എത്ര രൂപയാണ് ഉണ്ടാക്കുന്നത്, ഇവിടെ ഡോക്ടേഴ്സിന് പോലും അത്രയും പൈസ കിട്ടുന്നില്ല. ഇങ്ങനത്തെ ഡയലോഗൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. സോ നമ്മളുടെയൊക്കെ, അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇങ്ങനത്തെ ചിന്താഗതികൾ മാറ്റാനുള്ള സമയമായി എന്ന് നമ്മൾ എല്ലാവരും ഒന്ന് റിയലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. ആ ഒരു ജോലി ചെയ്യുമ്പോഴാണ് കൂടുതൽ പൈസ കിട്ടുന്നത്, മറ്റു ജോലി ചെയ്യുമ്പം അത്ര കൂടുതൽ പൈസ കിട്ടാനുള്ള വഴിയില്ല എന്ന് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വരുന്ന കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ജോലികൾക്കാണ് കൂടുതൽ പൈസയും കൂടുതൽ പേയും കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടുന്ന നമ്മുടെ ഈ സൊസൈറ്റിയുടെ ചിന്താഗതി മാറേണ്ട സമയമായിരിക്കുന്നു. ഒരു ഡോക്ടറിന് മേ ബി 20 മിനിറ്റ് കൊണ്ട് 2 പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യാൻ സാധിച്ചേക്കാം. പക്ഷേ ഇന്റർനെറ്റിൽ കൂടെ ലൈവായിട്ട് സംസാരിക്കുന്ന ഒരു എക്സ്പേർട്ടിന് ഒരേ സമയം ആയിരക്കണക്കിന് ആളുകളുടെ പ്രോബ്ലം ആയിരിക്കും സോൾവ് ചെയ്യാൻ സാധിക്കുന്നത്. ഡോക്ടേഴ്സ് ചെയ്യുന്ന ജോലി മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്, അവർ ചെയ്യുന്ന വലിയ കാര്യം തന്നെയാണ്. അവരെ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല. ഒരു ജോലി, ആ ജോലി ഉണ്ടാക്കുന്ന പൈസയുമായിട്ട് നമ്മൾ പണ്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ തലച്ചോറിലുണ്ടാവുന്ന ആ ഒരു ഐഡിയ ഇല്ലേ, ആ ഐഡിയ ഒക്കെ മാറ്റേണ്ട സമയമായി എന്ന് മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി മറ്റൊരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ. ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ തവണയും നമ്മുടെ കയ്യിലോട്ട് വരുന്ന ഇൻകം അല്ലെങ്കിൽ നമുക്ക് വരുന്ന സാലറി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ബെറ്റർ ആക്കിക്കൊണ്ടേയിരിക്കും. ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതിനുവേണ്ടിയൊക്കെ തന്നെയാണല്ലോ നമ്മൾ എല്ലാവരും മുമ്പോട്ട് ജീവിക്കുന്നതും പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതും. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മളെപ്പോലെ സാധാരണ ആളുകൾക്ക് മേ ബി സ്മാർട്ട് ആയിക്കോട്ടെ, ഹാർഡ് വർക്കിംഗ് ആയിക്കോട്ടെ, നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ലെവലിന് അല്ലെങ്കിൽ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സീലിംഗ് ഉണ്ട്. മാക്സിമം നമുക്ക് അവിടെ വരെ ആയിരിക്കും നമുക്ക് റീച്ച് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മൾ ആ സീലിംഗിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ വീണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഇൻകം കൂടി എന്ന് വരില്ല. പക്ഷേ നമ്മൾ ആ ലെവലിൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും പൈസ സേവ് ചെയ്യാനോ വെൽത്ത് ബിൽഡ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളിൽ ഇൻ്റലിജൻസും ലക്കും, ഈ 2 കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞത്. പക്ഷേ ഈ 2 കാര്യങ്ങളും ഇല്ലാത്ത ആളുകൾക്ക് പോലും സാമാന്യം മോശമില്ലാതെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ സാധിക്കും. അവർക്ക് കുറച്ച് കാലം കൊണ്ട് വെൽത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ആദ്യം പറഞ്ഞ മിക്ക മില്യണേഴ്സും യൂസ് ചെയ്യുന്ന ഒരു ലെവറേജിങ് ടെക്നിക്കും കൂടിയാണിത്. അതിൻ്റെ പേരാണ് ടൈം. മില്യണേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മളെപ്പോലുള്ള സാധാരണ ആളുകളുടെ സമയം വാങ്ങിയിട്ട് അവരവരുടെ മില്യൺസിനെ ബില്യൺസ് ആക്കി മാറ്റുന്നു. അതുവഴി നമുക്ക് ജോലി കിട്ടുന്നു, സാലറി കിട്ടുന്നു. സോ അതേപോലെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് ഒരു ചെറിയ ബിസിനസ് റൺ ചെയ്ത് അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചാൽ, മറ്റുള്ളവരുടെ സമയം, മറ്റുള്ള ആളുകൾക്ക് ജോലി കൊടുത്തുകൊണ്ട് അവരുടെ സമയം വാങ്ങിക്കാൻ സാധിച്ചാൽ നമുക്കും ഈ ലെവറേജിങ് ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇനി അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെ ചെയ്യാനുള്ള കഴിവുമില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പോലും ഈ ടൈം ലെവറേജിങ് ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാം. പേഷ്യൻ്റ് ആയിട്ട് വളരെ സമാധാനത്തോടു കൂടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം മതിയാവും. ടൈം വിൽ ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അതാണ് ഹിസ്റ്റോറിക്കൽ പ്രൂഫ്സ് നമുക്ക് കാണിച്ചു തരുന്നത്.